എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യയിൽ നടന്ന ഒരു സംഭവമാണ്, ആരും ഞെട്ടരുത്. അർണോബ് ഗോസ്വാമി എന്ന പത്രപ്രവർത്തകൻ റിപ്പബ്ലിക് ടി വിയിലിരുന്ന് അലറി വിളിച്ചു പറഞ്ഞു, ആരവല്ലി കുന്നുകളെ രക്ഷിക്കുക. ഈ അലറൽ കേട്ട സുപ്രീം കോടതി സ്വമേധയാ ഇടപെട്ട് അവരുടെ പഴയ ഒരു വിധി തിരുത്തി. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു ഇന്ത്യൻ പൗരന് തോന്നുന്ന ഒരു ചെറിയ സംശയമുണ്ടല്ലോ, അതാണ് ഈ ഞെട്ടൽ. ഒരു ചാനലുകാരൻ സ്റ്റുഡിയോ മുറിയിലിരുന്ന് അലറിയാൽ സുപ്രീം കോടതി അവരുടെ വിധി തിരുത്തുമോ? ഇതിലേക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അർണോബ് ഗോസ്വാമി എന്ന വ്യക്തി 2017 റിപ്പബ്ലിക് ടി വി തുടങ്ങുന്നത്. ഈ ടി വിയുടെ മുതൽ മുടക്കിയ ഒരു പാർട്ണറുടെ പേര് രാജീവ് ചന്ദ്രശേഖർ. BJP എന്ന പാർട്ടിക്ക് പണം കൊടുത്ത് മന്ത്രിയും നേതാവും ഒക്കെ ആയ ആ പഴയ കക്ഷി, പുതിയ കക്ഷി തന്നെ. അർണാബിൻ്റെ ചാനൽ മോദി ഭക്തി കൊണ്ട് പ്രശസ്തമായി. മോദിക്ക് നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നതിനാൽ നമ്മുടെ അർണോബിൻ്റെ റിപ്പബ്ലിക്കൻ ടി വി ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ഇംഗ്ലീഷ് ചാനലായി ഇന്ത്യയിൽ മാറി. അലറൽ, അതാണ് അർണോബിൻ്റെ ഒരു രീതി. എന്തോ ഇംഗ്ലീഷ് അറിയാവുന്ന ജനങ്ങൾക്കൊക്കെ ഈ ചാനൽ ഇഷ്ടമായി എന്ന് അദ്ദേഹം മോഹൻലാലിനെ പോലെ അവകാശപ്പെട്ടു. ഒരു ചാനൽ എത്ര പേർ കാണുന്നു എന്ന ഒരു കണക്കുണ്ട്. ഇതിന് TRP എന്നാണ് പറയുക, ടെലിവിഷൻ റേറ്റിംഗ് പോയിൻ്റ്. ഇതിനായി കുറച്ച് വീടുകൾ തിരഞ്ഞെടുത്ത് ബാറോമീറ്റർ സ്ഥാപിക്കുന്നു. ബാറോമീറ്റർ, ഇത്തരം വീടുകളെ പറയുക പാനൽ ഹോമുകൾ എന്നാണ്. രാജ്യത്തുടനീളം ആകെ ഏകദേശം 59,000-ഓളം വീടുകളിൽ ഇത്തരം മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ വീടുകളിലുള്ളവർ ഏതൊക്കെ ചാനലുകളാണ് കാണുന്നത് എന്ന് ആ മീറ്റർ അളക്കും. അപ്പോൾ ഏതൊക്കെ വീടുകളിലാണ് ഈ മീറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് എന്നത് അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട വിവരമാണ്. എങ്കിൽ മാത്രമേ ചാനലുകാർക്ക് ആ വീട്ടുകാരെ സ്വാധീനിക്കാൻ പറ്റാതിരിക്കൂ. ഇത് സ്ഥാപിക്കുന്ന കമ്പനിയാണ് ബാർക്ക്, ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ ഓഫ് ഇന്ത്യ. മിക്കപ്പോഴും അവരല്ല ഈ മീറ്ററുകൾ സ്ഥാപിക്കുന്നത്. ഇതിനായി ഹൻസ് റിസർച്ച് പോലുള്ള തേർഡ് പാർട്ടി ഏജൻസികളുണ്ട്. അവരാണ് ഈ കരാർ പ്രകാരം അത് ചെയ്യുക. അർണോബ് എന്ത് ചെയ്തു എന്നാണ് ആരോപണം എന്ന് വെച്ചാൽ, പുള്ളി ഈ കമ്പനികളെ കൈക്കൂലി കൊടുത്ത് സ്വാധീനിച്ച് ബാറോമീറ്റർ വെച്ച വീടുകൾ കണ്ടെത്തി. എന്നിട്ട് ആ വീട്ടുകാരെ സ്വാധീനിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ ദിനവും റിപ്പബ്ലിക് ടി വി കാണണം. അങ്ങനെയാണ് റിപ്പബ്ലിക് ടി വി എപ്പോഴും ബാർക്ക് റേറ്റിങ്ങിൽ ഉയർന്നു നിന്നത് എന്ന് ആരോപണം ഉയർന്നു. റേറ്റിങ്ങിൽ എപ്പോഴും ഒരു ടി വി തന്നെ മുന്നിൽ. അപ്പോൾ മറ്റ് ചാനലുകൾ ഇതിൻ്റെ സൂത്രം അന്വേഷിക്കാതിരിക്കില്ലല്ലോ. അങ്ങനെയാണ് അർണോബ് ഗോസ്വാമിയും ബാർക്ക് എന്ന കമ്പനിയുടെ CEO ആയിരുന്ന പാർത്തോ ദാസ് ഗുപ്തയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, വാട്സപ്പ് ചാറ്റുകളൊക്കെ പുറത്തു വന്നത്. എന്താണ് ബാർക്ക് റേറ്റിങ്ങിൻ്റെ പ്രാധാന്യം? സിമ്പിളാണ്, പരസ്യ വരുമാനം തന്നെയാണ് വിഷയം. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ചാനലിലാണല്ലോ ഏറ്റവും കൂടുതൽ പരസ്യം കിട്ടുക. അർണോബ് ഗോസ്വാമി ബാർക്കിൻ്റെ CEOക്ക് കൈക്കൂലി കൊടുത്ത് തൻ്റെ ചാനലായ റിപ്പബ്ലിക് ടി വിയെ എന്നും ഒന്നാമതാക്കി നിർത്തി എന്നാണ് ആരോപണമുണ്ടായിരുന്നത്. മോദിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ചാനലായിരുന്നതിനാൽ അർണോബിന് മറ്റൊരു ചാനലിലും കിട്ടാത്ത ചില വിവരങ്ങളും മുൻകൂട്ടി കിട്ടിയിരുന്നു. ഉദാഹരണമായി ബാലാക്കോട്ട് ആക്രമണം, സൈന്യം പാകിസ്ഥാനിൽ കയറി ആഞ്ഞടിക്കുന്നതിന് മുമ്പ് തന്നെ ആ വിവരം റിപ്പബ്ലിക് ടി വിക്ക് കിട്ടി. ഇതൊക്കെ അവരുടെ റേറ്റിംഗ് കൂട്ടി. സ്വാഭാവികമായും പോലീസ് അർണോബിനെ ചോദ്യം ചെയ്തു, പക്ഷേ കാര്യമുണ്ടായില്ല. അത്രയ്ക്കും പിടിയായിരുന്നു പുള്ളിക്ക് ഡൽഹിയിലാണ് പിടി. എന്നാൽ പുള്ളിക്ക് ജയിലിൽ കിടക്കാനുള്ള യോഗം വന്നത് മറ്റൊരു കേസിലാണ്, ഒരു ആത്മഹത്യാ പ്രേരണ കേസ്. ഇൻറ്റീരിയർ ഡിസൈനറായ അൻവായ് നായിക്ക് ആത്മഹത്യ ചെയ്യുമ്പോൾ എഴുതി വെച്ച കുറിപ്പിൽ അർണോബ് ഗോസ്വാമി തന്നെ പറ്റിച്ചത് കൊണ്ടാണ് താൻ മരിക്കുന്നതെന്ന് എഴുതി വെച്ചിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അർണോബിനെ അലിബാഗ് ജയിലിലടച്ചു, പിന്നെ തലോജ ജയിലിലടച്ചു. ഏകദേശം ഒരാഴ്ച അദ്ദേഹം ജയിലിൽ കഴിച്ചു. പിന്നീട് സുപ്രീം കോടതി ഇടപെട്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ഇത് നടന്നത് 2020 നവംബറിലാണ്. അതിനുശേഷം ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. മോദിജി 3ാം തവണയും ഭരണത്തിലെത്തി. ചാനലിൻ്റെ റേറ്റിംഗ് പഴയതുപോലെ ഒന്നാമതായി നിർത്താൻ കഴിയുന്നില്ല. ചാനലിലൂടെ സ്ഥിരമായി നടത്തുന്ന മോദി സ്തുതി ജനങ്ങൾക്ക് മടുത്തു. മാത്രമല്ല അഡ്ജസ്റ്റ്മെൻറ്റും പറ്റുന്നില്ലല്ലോ. അപ്പോൾ സ്റ്റൈലൊന്ന് മാറ്റിപ്പിടിക്കാൻ അർണോബ് തീരുമാനിച്ചു. ആ സ്റ്റൈൽ ആദ്യം കണ്ടത് ഇൻഡിഗോ വിമാനങ്ങൾ മുടങ്ങിയതുമൂലം ജനങ്ങൾ കഷ്ടപ്പെട്ട വാർത്ത അർണോബ് ഏറ്റെടുത്ത് ചാനലിലൂടെ ആഞ്ഞടിച്ചപ്പോഴാണ്. വ്യോമയാന വകുപ്പിനെ അദ്ദേഹം അതിനിശിതമായി വിമർശിച്ചു. അലറൽ.
ജനം ശ്രദ്ധിച്ചു, ചാനലിൻ്റെ റേറ്റിംഗ് ഇങ്ങനെ കുതിച്ചുയർന്നു. ഒരു മാധ്യമം എന്ന് പറയുന്ന ഒരു യഥാർത്ഥ ശക്തിയായി മാറുന്നത് അത് പ്രതിപക്ഷമാകുമ്പോഴാണ് എന്ന തിരിച്ചറിവ്, അതാണ് പ്രധാനം. അതൊരു നിസ്സാര കാര്യമല്ല. സർക്കാരിനെ വിമർശിച്ചാലും റേറ്റിംഗ് കൂടും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അർണോബ് ആരവല്ലി പർവ്വതങ്ങൾക്ക് വേണ്ടി രംഗത്ത് വരുന്നത് അങ്ങനെയാണ്. BJPക്ക് മതിയായ ഫണ്ട് നൽകുന്ന പാവം മുതലാളിമാർക്ക് വേണ്ടി ആൻഡമാൻ ദ്വീപുകൾ വരെ എഴുതി കൊടുത്ത ചരിത്രമാണ് നമ്മുടെ മോദി സർക്കാരിനുള്ളത്. പിന്നെയാണോ ഡൽഹി മുതൽ രാജസ്ഥാൻ വരെ ചിതറിക്കിടക്കുന്ന ഈ പാവം ആരവല്ലി കുന്നുകൾ? ആ കുന്നുകളിലൊക്കെ പാവം മുതലാളിമാർക്ക് ഖനനം ചെയ്യണം. പാരിസ്ഥിതിക ദുരന്തത്തിൽ ഡൽഹി പോലും ശ്വാസം മുട്ടുന്ന ഈ സന്ദർഭത്തിൽ ഇതെങ്ങനെ BJP ഒപ്പിച്ചു കൊടുക്കും? പക്ഷേ മോദി സർക്കാർ ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണ്. കാശ് വാങ്ങി എങ്ങനെ കണകുണ വർത്താനൊന്നും പറയില്ല. ആരവല്ലി കുന്നുകൾ ഇടിച്ചു നിരത്തിയാലല്ലേ കുഴപ്പമുള്ളൂ? ഖനനത്തിനായി ഇടിച്ചു നിരത്തുന്നത് ആ കുന്നുകളല്ല എന്ന് വന്നാലോ? ഏത് കുന്നിലാണ് ഖനനം നടക്കുന്നത്? അത് കുന്നാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ്, ശരിക്കും അതൊരു മൺകൂന മാത്രമാണ്. ഇതിനായി മോദി സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ആരവല്ലി കുന്നുകളുടെ നിർവചനം തന്നെ മാറ്റി. ഒരു കുന്ന് ആരവല്ലി കുന്നിൽ പെടണമെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 100 മീറ്ററിലധികം ഉയരം വേണം. ഇതാണ് കമ്മിറ്റി നിർദ്ദേശം. സുപ്രീം കോടതി ഈ നിർദ്ദേശം അംഗീകരിച്ചതോടെ പരിസ്ഥിതി പ്രവർത്തകരും പ്രതിപക്ഷവും ഉണർന്നു. പണ്ട് ആ കുന്നുകളെല്ലാം ഇടിച്ച് അവിടെ നിന്ന് പാറയും മണലും മാർബിളും കൊണ്ടുവന്നാണ് അതിനടുത്തുള്ള നഗരങ്ങൾ മൂടി പിടിപ്പിച്ചിരുന്നത്. പല ഉയരമുള്ള കുന്നുകളും പണ്ട് ഇടിച്ചു നിരത്തിയതിനാൽ ഇപ്പോൾ 100 മീറ്ററിനേക്കാളും ചെറുതാണ്. 100 മീറ്ററിൽ കുറവുള്ളവ ആരവല്ലി എന്ന നിർവചനത്തിൽ പെടില്ലെങ്കിൽ പിന്നെ വീണ്ടും ഖനനം തുടങ്ങാമല്ലോ. ഇതായിരുന്നു BJPയുടെയും അവർക്ക് ഫണ്ട് കൊടുത്ത പാവം മുതലാളിമാരുടെയും പ്ലാൻ. ഇതിനെതിരെയാണ് അർണോബ് ഗോസ്വാമി ന്യൂസ് റൂമിലിരുന്ന് ആഞ്ഞടിച്ചത്. കോടതി മുറികളിലിരുന്ന് ഫയലുകൾ നോക്കിയല്ല, മറിച്ച് ഭൂമിയിലെ യാഥാർത്ഥ്യം നോക്കിയാണ് തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹം സുപ്രീം കോടതിയെ വിമർശിച്ചു. ഖനനം മൂലം കുന്നുകൾ ഇല്ലാതായ സ്ഥലങ്ങളെ നോക്കി ഇനി അവിടെ കുന്നില്ല എന്ന് പറഞ്ഞ് ഖനന മാഫിയയ്ക്ക് വിട്ടുകൊടുക്കുന്നതിനെ കോടതി തടഞ്ഞില്ലെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ശ്വാസം മുട്ടിക്കുന്ന വായു മലിനീകരണത്തിന് പ്രധാന കാരണം ആരവല്ലിയിലെ കുന്നുകൾ ഇല്ലാതാകുന്നതാണെന്ന് പോലും അദ്ദേഹം വാദിച്ചു. പരിസ്ഥിതി നശീകരണത്തിന് വഴിമാറുന്ന ഏതൊരു വിധിയും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നും കോടതിക്ക് ഇതിൽ നിന്നും കൈ കഴുകാൻ കഴിയില്ലെന്നും അദ്ദേഹം കോടതിയെ ഓർമ്മപ്പെടുത്തി. അത് കുറച്ച് സെൻസിബിളായ ഒരു കാര്യം തന്നെയാണ്. ചില വൻകിട സിമൻറ്റ് നിർമ്മാണ കമ്പനികൾക്ക് വേണ്ടി നിയമങ്ങൾ വളച്ചൊടിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുമ്പോൾ കോടതി കൂടുതൽ ജാഗ്രത പാലിക്കണമായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു വാദം. പരിസ്ഥിതി സംരക്ഷണം എന്നത് കേവലം വാക്കുകളിൽ ഒതുങ്ങരുത് എന്നുകൂടി അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ അർണോബിൻ്റെ ഈ അലറൽ ഇന്ത്യ കാര്യമായി ശ്രദ്ധിച്ചു. കാരണം അവർ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണല്ലോ. സുപ്രീം കോടതിക്കും ഒഴിഞ്ഞു മാറാനായില്ല. അവർ സ്വമേധയാ ഇടപെട്ട് അവരുടെ നവംബർ 20 വിധി സ്റ്റേ ചെയ്യുകയും പുതിയ നിർവചനത്തിൻ്റെ വ്യക്തത ആവശ്യപ്പെട്ട്, അതായത് എന്താണ് ഒരു ആരവല്ലി കുന്ന്, എങ്ങനെയാണ് ഒരു ആരവല്ലി മലനിരകളാണ് എന്ന് കണക്കാക്കുക എന്ന നിർവചനത്തിൽ വ്യക്തത ആവശ്യപ്പെട്ട് കേന്ദ്രത്തോട് വിശദീകരണം തേടി. ഇതോടെ വീണ്ടും റിപ്പബ്ലിക്കൻ ടിവിയുടെ ജനപ്രീതി കുതിച്ച് ഉയർന്ന് ഇപ്പം ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. ഒരു മാധ്യമ പ്രവർത്തകൻ വിചാരിച്ചാൽ സുപ്രീം കോടതി വരെ വിധി മാറ്റും എന്നതിൻ്റെ തെളിവായി ഈ സംഭവം മാറി. ഇപ്പോൾ അർണബ് പിടിച്ചിട്ടുള്ള ദുരന്തർ എന്ന ഒരു ഹിന്ദി സിനിമയെയാണ്. കെട്ടുകഥയും പ്രൊപ്പഗൻഡയും എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് അർണബ് BJPക്കെതിരെയും തിരിഞ്ഞിരിക്കുകയാണ്. ബോളിവുഡ് അതായത് നമ്മൾ ബോംബെ ആസ്ഥാനമാക്കിയുള്ള സിനിമാ ലോകത്തെ പറയല്ലേ, ബോളിവുഡിനോട് അർണബ് ഒരു ഓപ്പൺ ചാലഞ്ച് കൊടുത്തിരിക്കുകയാണ്. ഉന്നാവോ പീഡനക്കേസ് പോലുള്ള ഒരു റിയൽ ക്രൈമിനെ അടിസ്ഥാനമാക്കി സിനിമ ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നമുക്കറിയാം 2017 ഉന്നാവോ കേസ് BJPയുടെ MLA കുൽദീപ് സിംഗ് സെൻഗറാണ് അതിലെ പ്രതി, പീഡനക്കേസിലെ പ്രതി. അപ്പോൾ അതിനെപ്പറ്റി ചെയ്യാൻ പറ്റുമോ എന്നാണ് അർണബ് ചോദിക്കുന്നത്. അതായത് അതിനെപ്പറ്റി സിനിമ ചെയ്യാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥിതിയിലാണ് പോകുന്നതെങ്കിൽ അർണോബ് ഒരു പ്രതിപക്ഷ റോളിൽ മാത്രം അല്ലെങ്കിൽ ഇനി അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് വരാനാണ് സാധ്യത. പക്ഷേ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ചാനലുകാരൻ എന്ന രീതിയിൽ പുള്ളിയെ നയിക്കുന്നത് ധാർമ്മികത ഒന്നുമല്ല, തീർച്ചയായും
വേറൊരു തമ്പുരാനാണ്. ആ തമ്പുരാൻ്റെ പേര് TRP എന്നാണ്. അതായത് പ്രേക്ഷകരുടെ എത്ര പ്രേക്ഷകർ തൻ്റെ പ്രോഗ്രാം കാണുന്നു എന്നതിനനുസരിച്ചുള്ള ആ റേറ്റിങ്ങിനനുസരിച്ചാണ് അദ്ദേഹം തൻ്റെ നിലപാടുകൾ എടുക്കുക. ചിലപ്പോൾ നാളെ വീണ്ടും മോദി പക്ഷത്തിരുന്നുകൊണ്ട് അലറി വിളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നന്ദി, നമസ്കാരം.